ഡിവൈഎഫ്ഐയുടെ മവാസോ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ നിന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബികയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സമരരംഗത്ത് മാത്രം സജീവമായിട്ടുണ്ടായിരുന്നൊരു സംഘടന ഒരു വ്യത്യസ്തമായൊരു സംരംഭവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെ യുവജന സംഘടനകൾക്കാകെ പ്രചോദനമല്ലേ? കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവം കൂടിയല്ലേ? അതെ, ഇത് ഒരു കണക്കിനൊരു സമരമാണല്ലോ. അതായത് കേരളത്തിലൊന്നും നടക്കില്ല, കേരളത്തിലൊരു പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളോ ഒന്നും പച്ചപിടിക്കില്ല എന്നൊക്കെ പറയുന്നതിനെതിരെയുള്ള ഒരു സമരം കൂടിയാണല്ലോ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്നും യുവജനങ്ങളെ നമുക്കിവിടെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നും അവരുടെ ആശയങ്ങൾക്ക് നമുക്ക് ചിറക് മുളപ്പിക്കാൻ പറ്റുമെന്നും അതുവഴി വലിയ വലിയ സംരംഭങ്ങൾ കേരളത്തിലുണ്ടാകും എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരാശയപരമായ ഒരു സമരമായിട്ടാണ് ഞാൻ സത്യത്തിൽ ഇതിനെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐ പോലുള്ളൊരു യുവജന സംഘടന ഇതിൻ്റെ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ചെറുപ്പക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരിൽ ഇത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളത് സത്യത്തിൽ മവാസോയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാ യുവജന സംഘടനകളും ഇത്തരത്തിലുള്ള ഒരു പാത പിന്തുടരണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഞാൻ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുന്ന യുവജനങ്ങളാണ്. അപ്പോൾ ഒരു ഡിക്ലൈനിങ് റേറ്റ് ഓഫ് സ്കൂൾ സ്റ്റുഡൻസും നമുക്കുണ്ട്. അതായത് പോപ്പുലേഷൻ ഡിക്ലൈൻ നമ്മൾ നേരിടുകയാണ്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ യുവജനങ്ങൾ പുറം രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ സംസ്ഥാനം ആ പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാരെ ലൂസ് ചെയ്യുകയാണ്. അപ്പോൾ അവരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനും അവരെ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഭാഗമാക്കാനുമുള്ള ഒരു കർത്തവ്യം എല്ലാ പാർട്ടികളും എല്ലാ സംഘടനകളും ഈവൻ സമുദായ സംഘടനകൾ പോലും അത് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള വഴിയാണ് കുട്ടികളെ സംരംഭകത്വത്തിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ തട്ടുകടയോ അല്ലെങ്കിൽ ഒരു ചായക്കടയോ പോലും ഈ സംരംഭക സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മളെപ്പോഴും എന്താ പറയുന്നത് വലിയ ഹൈടെക് ജോലികൾ അല്ലെങ്കിൽ ഹൈടെക് ഇതൊന്നും മാത്രമല്ല, എവ്രി സിംഗിൾ എൻ്റർപ്രൈസ് ഈസ് ക്രിയേറ്റിംഗ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി, ക്രിയേറ്റിംഗ് ജോബ്സ്. അപ്പം ഞാൻ പറയുന്നത് ആ വില നമ്മൾ സംരംഭകന് കൊടുക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ സംരംഭകനെ നമ്മൾ കുറച്ചുകൂടി കൈൻഡായിട്ട് ഞാൻ വേറൊരു കാര്യം പറയുന്നത് എപ്പോഴും അതാണ്. അതായത് നമ്മളെപ്പോഴും സംരംഭകനോട് അല്പം കൂടി ദയോടുകൂടി നമ്മളവരെ അപ്രോച്ച് ചെയ്യണം. കാരണം അവർ ചൂഷകരല്ല, അവർ വെൽത്ത് ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അവർ ആശയങ്ങൾക്ക് ചിറക് മുളപ്പിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ചുകൂടി ജനമധ്യത്തിലേക്ക് കൊണ്ടുവരികയും ജനങ്ങൾക്ക് അവരുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാൻ ഇത്തരത്തിലുള്ള മവാസോ പോലെയുള്ള മീറ്റപ്സ് കോൺഫറൻസസ് സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ധാരാളം യുവാക്കളാണ് ഇങ്ങോട്ടേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പം യുവാക്കൾക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് എന്നല്ലേ തെളിയിക്കുന്നത് ഇത്? തീർച്ചയായിട്ടും അതെ. ഒരു ന്യൂ ഫൗണ്ട് എക്സൈറ്റ്മെൻറ്റ് എന്ന് ഞാൻ അതിനെപ്പറ്റി വിളിക്കും. എന്ന് പറഞ്ഞാൽ പണ്ടില്ലാതിരുന്ന രീതിയിൽ ഒരാവേശം യുവജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. നമുക്കൊരു കമ്പനി തുടങ്ങാം, അല്ലെങ്കിൽ അത് പണ്ട് നമ്മുടെ ഒരു റെഗുലർ പാത്ത്, ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരായാലും ടീച്ചർമാരായാലും എല്ലാം എപ്പോഴും നമ്മളുടെ കുട്ടികളെ പറഞ്ഞു, ഇപ്പോഴും അതിന് വലിയ മാറ്റം വന്നു എന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷേ ഒരു ചെറിയ മാറ്റം വന്നിട്ട് എല്ലായ്പ്പോഴും നമ്മൾ കുട്ടികളോട് പറയുന്നത് നീ നിൻ്റെ പഠിത്തത്തിന് ശേഷം ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു. നേരെ മറിച്ച് ഒരാൾ പറയുകയാണ് ഞാനൊരു കച്ചവടം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെന്ന് പറയുന്നിടത്ത് അയാളെ ഒരു പൊതുധാരയിൽ നിന്ന് അകറ്റി നിർത്താനും ഇവനെന്തോ തെറ്റ് ചെയ്യുന്നു എന്നുള്ള മട്ടിലാണ് സമൂഹം അവരെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. അതിനൊരു വലിയൊരു പെർസെപ്ഷൻ ചേഞ്ച് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലൊരു അറ്റംപ്റ്റ് നടത്തുന്ന ഒരാളെ, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയാലും, അവരെ കുറച്ചുകൂടി ബഹുമാനത്തോടെയാണ് ഇന്ന് സമൂഹം വീക്ഷിക്കുന്നത്. അച്ഛനമ്മമാരായാലും കൂട്ടുകാരായാലും ഒരു എൻ്റർപ്രന്യൂറിനെ കുറച്ചുകൂടി സോഷ്യലി ഹൈ സ്റ്റാറ്റസിൽ കാണുന്ന രീതിയിലേക്ക് കേരള സമൂഹം പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലം കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള ഒരു വലിയ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് ഈ ഒഴുകിയെത്തുന്ന യുവത എന്ന് ഞാൻ കരുതുന്നു. യുവാക്കൾ വലിയ തോതിൽ സ്റ്റാർട്ടപ്പുകളിലേക്ക് കടന്നു വരുന്നു. അതിൽ കൃത്യമായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷന് പങ്കുണ്ട് എന്ന് നമുക്കറിയാം. സർക്കാർ വലിയ തോതിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു ആവേശത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് CEO എന്ന നിലയ്ക്ക്?
ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് പേർ ചെയ്ത ഇന്ന് മുഖ്യമന്ത്രി ഒരു ഉദ്യോഗസ്ഥൻ്റെ കാര്യം ഇവിടെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിരുന്നു. ഒരുപാട് ഉദ്യോഗസ്ഥർ ആക്ച്വലി ഒരുപാട് വർഷങ്ങളായി ഒരേ ഒബ്ജക്റ്റീവിലേക്ക് വർക്ക് ചെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. അങ്ങനെയാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. അതായത് തുടങ്ങിയ കാലം മുതൽ ഇതിൻ്റെ എന്താ പറയുന്നത് വിത്തിട്ട കാലം മുതൽ എന്തെല്ലാമാണോ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത് അത് ഓരോരോ ഘട്ടങ്ങളിലായിട്ട് നമ്മൾ അടുത്ത പടി വളർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ശരിക്കും. അപ്പോൾ ഇപ്പോഴും നമുക്ക് വളരെ ക്ലിയറായിട്ട് നമ്മുടെ മുന്നിലൊരു ലക്ഷ്യമുണ്ട്. നമുക്ക് 15,000 സ്റ്റാർട്ടപ്പുകളെ സൃഷ്ടിക്കണം. ഒരു 10,000 കോടിയെങ്കിലും സ്റ്റാർട്ടപ്പുകൾ വഴി കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ഈ 2 ലക്ഷ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ ലക്ഷ്യം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നിടത്തോളം കാലം ഏത് രീതിയിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതും വരുന്ന ആൾക്കാരിങ്ങനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഇംപ്രവൈസ് ചെയ്തുകൊണ്ടും ഇരിക്കും. അത്തരത്തിലുള്ള ഡെഫിനിഷൻസും ഇംപ്രവൈസേഷൻസും എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. ഒരാളും നേരത്തെ വന്ന ആൾ ചെയ്ത ഒരു കാര്യത്തിനെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അതിനെ ഇകഴ്ത്താനോ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻക്രിമെൻ്റൽ എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു, മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം അതിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ ഫ്രെയിം ചെയ്ത പല പോളിസികളുടെയും മണ്ടയ്ക്കാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പോളിസികളെല്ലാം ഉണ്ടായത് വേറൊരു കാലഘട്ടത്തിലാണ്. പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ് അതെല്ലാം ഫ്രെയിം ചെയ്തത്. അപ്പോൾ ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്, അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. നമുക്കറിയാം മാൻഹോളിൽ ഇറങ്ങാനുള്ള ഒരു റോബോട്ട് ഉണ്ടാക്കിയത് കോഴിക്കോട്ടുകാരനായിട്ടുള്ള ഒരു യുവ സംരംഭകനാണ്. അതിന് കേരള സർക്കാരും സ്റ്റാർട്ടപ്പ് മിഷനും വലിയ സഹകരണമാണ്, പിന്തുണയാണ് നൽകിയത്. ലോകത്തിന് മാതൃകയാണ് ഈ സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം. അതിനെ എങ്ങനെ കാണുന്നു? ഇതൊരു കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ ഒരു പ്രധാന പ്രത്യേകത. അത് സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. കാരണം മറ്റ് പല സംസ്ഥാനങ്ങളിലും നമ്മൾ എന്തുകൊണ്ടാണ് കച്ചവടം ഫ്ലറിഷ് ചെയ്യും, വളരെ എളുപ്പമാണ് നമുക്കവിടെ പോയി കച്ചവടം തുടങ്ങാൻ എന്ന് പറയുന്നതിന് പല റീസൺസ് ഉണ്ട്. അതിലൊരു റീസൺ കറപ്ഷനാണ്. അതായത് മറ്റ് പല സ്ഥലങ്ങളിലും കറപ്റ്റഡായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ സംവിധാനം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എന്തും ചെയ്ത് കിട്ടും എന്നുള്ളൊരു സംവിധാനം നിലനിൽക്കുന്നു. പിന്നെ നമ്മളെപ്പോലെ സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി സെൻസിറ്റീവായിട്ടുള്ള എക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ള സംസ്ഥാനങ്ങളിലല്ല മറ്റു പലതും. അവിടെ വേണേൽ കാട് വെട്ടി തെളിക്കാം, അവിടെ വേണമെങ്കിൽ ആൾക്കാരെ ചൂഷണം ചെയ്യാം. പക്ഷേ കേരളത്തിൽ ഇതൊന്നും നടക്കില്ല. നമ്മൾ ആൾക്കാർക്ക് മാന്യമായ ശമ്പളം, കൃത്യമായ ശമ്പളം, നമ്മളുടെ പ്രകൃതിയെയോ എക്കോളജിയെയോ ആവാസ വ്യവസ്ഥയോ ഭംഗിക്കാത്ത വിധത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്, അല്ലേ? അപ്പം ഒരു നല്ല വിദ്യാഭ്യാസം നേടിയ ഒരു പറ്റ ആൾക്കാരുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഹൈലി ലിറ്ററേറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഓരോരുത്തരുടെയും അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ബോധമുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ കേരളത്തിൻ്റെ ഗുണം എന്താണ്? പ്രൊഡക്ടിവിറ്റിയാണ്. അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നമ്മളുടെ പല വർഷങ്ങളായിട്ടുള്ള എഫേർട്ടുകളുടെ ഭാഗമായി വളരെ നന്നായി ലോകോത്തര നിലവാരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻ റിസോഴ്സസ് കേരളത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ സാധ്യത മുന്നിൽ കണ്ടുവരുന്ന ആൾക്കാരാണ് കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് കേരളത്തിലൊരു വലിയ സാധ്യതയുണ്ടെന്ന് നമ്മളെ ഓരോരുത്തരും ഉറച്ചു വിശ്വസിക്കുന്നത്.